എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഡയറക്ടർ ടിനുവിനെ പറ്റി പറഞ്ഞു തുടങ്ങാം. ഒരുപാട് നല്ല നല്ല പ്രമേയങ്ങൾ, നല്ല സ്ക്രിപ്റ്റ് എഴുതി കൈവശം വെച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ടിനു. ടിനു ആദ്യം ഏകദേശം 2 വർഷം മുൻപ് മറ്റൊരു പ്രോജക്റ്റും കഥയായിട്ട് നമ്മൾ നേരിട്ടിട്ടുണ്ടായിരുന്നു. നല്ലൊരു സ്റ്റോറി ആയിരുന്നു, പക്ഷേ പ്രോജക്റ്റ് നടന്നില്ല. പിന്നെ വീണ്ടും നല്ലൊരു ഹൊറർ സബ്ജക്റ്റ്, വളരെ എന്താ പറയാ, വ്യത്യസ്തമായ പ്രമേയത്തിൽ ബ്യൂട്ടിഫുള്ളി നറേറ്റ് ചെയ്തുകൊണ്ട് ടിനു നമ്മുടെ ഐ ആം ഇൻ എന്ന ചിത്രത്തിന്റെ കഥ നറേറ്റ് ചെയ്തു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എന്നെ സംബന്ധിച്ച് എൻ്റെ കരിയറിൽ ഇങ്ങനെ ഒരു റോൾ ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ടിനു എന്നെ കാസ്റ്റ് ചെയ്തതിൽ. ഐ എം റിയലി ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ദിസ് പ്രോജക്റ്റ്. പിന്നെ ഇന്ന് ടൈറ്റിൽ ഇത്രയധികം ആൾക്കാർ ഇവിടെ വന്നിരിക്കുന്നതിൽ എല്ലാവരുടെ ഒരു നിറസാന്നിധ്യം ഇവിടെ കാണാൻ സാധിക്കുന്ന ഒരുപാട് സന്തോഷം തോന്നുന്നത്. ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് വെരി പോസിറ്റീവ്. പിന്നെ ഇപ്പോൾ ശ്രീജിത്ത് ഏട്ടൻ്റെ ഒരു ഗൈഡൻസ് ആണ് പ്രോജക്റ്റിന്. എൻ ചന്ദുവിന് എൻ്റെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. പിന്നെ ഒത്തിരി കാര്യം എടുത്തു പറയണം, ഞാനും ഒരുപാട് ഹാപ്പിയാണ്. കാരണം മാലാൻഡിയുടെ കൂടെ ഇതിപ്പോൾ മകളും മരുമകളുമായിട്ട് ഒത്തിരി അഭിനയിച്ചിട്ടുണ്ട്. വീണ്ടും ഞങ്ങൾക്ക് സ്ക്രീനിൽ ഒന്നിക്കാനൊരു അവസരം കിട്ടിയിരിക്കുകയാണ് അയൽമണ്ടിലൂടെ. ഐ എം വെരി ഹാപ്പി ഫോർ ദാറ്റ് ഓൾസോ. എന്തായാലും എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടായിരിക്കണം, ആശംസകൾ ഉണ്ടായിരിക്കണം. നല്ല രീതിയിൽ നമ്മൾ ടൈറ്റിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ടൈറ്റിലും മനോഹരമായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ടു ആ പ്രോജക്റ്റ്. എല്ലാവരുടെയും എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു ആൾ. എല്ലാവർക്കും നമസ്കാരം. ഒരു 3 വർഷം മുമ്പാണ് ഞാൻ ടിനുവിൻ്റെ സുഹൃത്തിനെ പരിചയപ്പെടുന്നത്. അദ്ദേഹം ഇവിടെ ഉണ്ട്. അദ്ദേഹം ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഓഡിഷന് വേണ്ടിയിട്ട് ഞങ്ങളെ കുറച്ച് പേരെ ഇൻവൈറ്റ് ചെയ്യുകയും അവിടെ വെച്ചൊരു ഓഡിഷൻ നടക്കുകയും ചെയ്തു. അപ്പം അന്ന് എൻ്റെ ഒരു ആക്ടിങ് സ്കില്ല് കണ്ടിട്ട് ടിനു അന്ന് പറഞ്ഞു, ഞാൻ എടുക്കുന്ന ഒരു സിനിമയിൽ ഒരു അവസരം തരാമെന്ന്. അങ്ങനെ ടിനു ആദ്യമായിട്ട് ഒരു സിനിമയ്ക്ക് പ്ലാൻ ചെയ്യുകയുണ്ടായി. ഒരു 2 വർഷം മുമ്പാണെന്ന് തോന്നുന്നു. അത് എനിക്ക് അവസരം ലഭിച്ചു. ഞങ്ങളത് ഷൂട്ട് ചെയ്തു കളമശ്ശേരിയിൽ വെച്ചിട്ട്. നടൻ ശ്രീജിത്ത് രവി, സുധീർ കരമന എന്നിവരുടെ കൂടെ അഭിനയിക്കാനുള്ളൊരു അവസരം എനിക്ക് ലഭിച്ചു. അതിലുപരി ഞാൻ ചോദിച്ച പൈസ എനിക്ക് ടിനു തന്നു എന്നുള്ളതാണ്. ആ സിനിമ എന്തുകൊണ്ടോ നടന്നില്ല. ഈ സിനിമയിൽ എനിക്ക് വേഷമുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല. ടിനു വിളിച്ചു, ഞാൻ വന്നു. ഇവിടെ നിന്ന് കിട്ടുന്ന കയ്യടിയേക്കാൾ കൂടുതൽ തിയേറ്ററിൽ ടിനുവിൻ്റെ ഈ സിനിമയ്ക്ക് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതിൽ അഭിനയിക്കുന്നവരും ഇതിൽ ജോലി ചെയ്യുന്ന എല്ലാ ടെക്നീഷ്യൻസിനും, ഇതിൻ്റെ പിന്നണിയിലെ എല്ലാ പ്രവർത്തിക്കുന്നവർക്കും, പ്രൊഡ്യൂസേഴ്സിനും, ടിനുവിനും, ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനും, ഇതിൻ്റെ മേക്കപ്പ് എന്നെ ചെയ്തിട്ടുള്ള ചേട്ടനും ഇവിടെ ഉണ്ട്, ജോസ് ചേട്ടൻ. അപ്പം എല്ലാവർക്കും എൻ്റെ ആശംസകൾ ഞാൻ നേരാണ്. ടിനു ആഗ്രഹിച്ച പോലെ തന്നെ ടിനുവിൻ്റെ പാഷൻ എന്താണ്, ആ ഒരു ആഗ്രഹം മുന്നേറട്ടെ. ഒരുപാട് സ്വപ്നം കാണാൻ ടിനുവിന് കഴിയട്ടെ. ഇനിയും സിനിമകൾ ഉണ്ടാകട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഐ ആം ഇൻ എന്ന് പറയുന്ന ഈ സിനിമയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാനിപ്പോൾ അവിടെ ഇരുന്നപ്പം എൻ്റെ പഴയ സുഹൃത്തായ നാരായണൻകുട്ടി എന്നോട് പറഞ്ഞു, ഇത് ഒരു കിടിലൻ സബ്ജക്റ്റാണ്, ഉഗ്രൻ സബ്ജക്റ്റാണെന്ന് പറഞ്ഞു. എനിക്കും അത് അങ്ങനെ തോന്നുന്നു. അതുപോലെ ഇതിന്റെ പ്രൊഡ്യൂസർ സന്തോഷിനെ ഞാൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് എനിവേ ആ സന്തോഷം എന്ന് പറഞ്ഞ വ്യക്തിത്വത്തെ ഞാൻ കണ്ടപ്പോൾ ഞാൻ പുള്ളിയാണ് ഹീറോ എന്ന്. നല്ല സുന്ദരനും സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ. അതുപോലെ ഇതിന്റെ ഹീറോയിൻ ഡാന, പോസ്റ്ററിൽ തന്നെ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കുന്നു. ഷീസ് എ വെരി പ്രോമിസിങ് ഗേൾ ഫോർ അവർ ഫിലിം ഇൻഡസ്ട്രി. എൻ്റെ മറ്റൊരു സുഹൃത്ത് മാല, ഇവരെല്ലാവരെയും എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ സിനിമ ഒരു വൻ വിജയമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. എന്താണ് എല്ലാവർക്കും സുഖമല്ലേ? അത് ആശയം പോരാടോ. ഈ കൊച്ചു എത്ര പ്രാവശ്യം നിങ്ങളോട് കൈയടിക്കാൻ പറയുന്നു? നിങ്ങൾ കൈയടിക്കുക, എന്താ കൈയടിക്കുക? അങ്ങനെ വേണം. പുതിയ ഡയറക്ടർ, പുതിയ സബ്ജക്റ്റ്, പുതിയ പ്രൊഡ്യൂസർ, പുതിയൊരു സംരംഭം തുടങ്ങുകയാണ്. അതിനു വേണ്ട എല്ലാ ആശംസകളും ഞാൻ നേരുന്നു. ഇതിൽ അഭിനയിക്കുന്നവരും ടെക്നീഷ്യന്മാർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എന്നെ ഇവിടെ ക്ഷണിച്ചതിനും അതിയായ സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം. ഹലോ, എൻ്റെ പേര് വിഷ്ണു എന്നാണ്. ഞാൻ ടിനുവിനെ പരിചയപ്പെടുന്നത് ഏകദേശം 2009 അവന് എനിക്ക് ഫേസ്ബുക്കിലാണ് തോന്നുന്നത് ഒരു മെസ്സേജ് അയക്കുന്നത്. ചേട്ടാ, എനിക്ക് ഒരു ഷോർട്ട് ഫിലിം പിടിക്കണം എന്ന് പറഞ്ഞൊരു ആഗ്രഹമുണ്ട്. അപ്പം അന്ന് ഞാൻ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ടുള്ളൂ. സ്റ്റില്ല് ചെയ്യും, കുറച്ച് അല്ലറ ചില്ലറ വീഡിയോ ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഇവരാദ്യമായിട്ട്
എൻ്റെ അടുത്ത് വന്നിട്ടാണ് ഒരു കഥ പറയുന്നത്. ഒരു നല്ല തീമുള്ള ഒരു കഥയായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്ത് എൻ്റെ കുറച്ച് കൂട്ടുകാരന്മാരൊക്കെ കൂട്ടി അത് ഓൺ ചെയ്തു. അത്യാവശ്യം നല്ല രീതിയിൽ അതെല്ലാം പിടിച്ചെല്ലാം കഴിഞ്ഞു. ഏകദേശം അതിൻ്റെ എഡിറ്റിങ്ങിൻ്റെ സെക്ഷനിലാണ് തോന്നുന്നത്. ആ സമയത്ത് അതിൻ്റെ ഫൂട്ടേജ് ഹാർഡ് ഡിസ്ക് വഴി കംപ്ലൈൻ്റ് ആയിട്ട് അതൊരു വലിയൊരു നഷ്ടം. അത് കാരണം എന്ന് വെച്ചാൽ ഏകദേശം നല്ലൊരു ഫൂട്ടേജ് ഉണ്ടായിരുന്നത് നഷ്ടപ്പെട്ടത്. ആ ഫൂട്ടേജ് നഷ്ടപ്പെട്ടതിന് കുറച്ച് ഭാഗം മാത്രമേ കിട്ടിയുള്ളൂ. അതിൽ നിന്ന് അവൻ കുറച്ച് ഷോട്ടുകൾ ഉണ്ടാക്കി ആ വീഡിയോ അവൻ ഇറക്കി. അത് പുറത്ത് റിലീസ് ചെയ്തൊന്നുമില്ല, അപ്ലോഡ് ചെയ്തൊന്നും ചെയ്തില്ല. പക്ഷെ അവൻ അതിൻ്റെ ഒരു ഔട്ട് അവൻ അന്ന് ഇറക്കിയായിരുന്നു. അന്ന് എനിക്ക് മനസ്സിലായതാണ് അവന് ഇത്രത്തോളം കഴിവുണ്ട് എന്നുള്ളത്. അപ്പം അതേപോലെ ഒരാൾ കൂടി എനിക്ക് ഇതിനകത്ത് സ്മരിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അന്ന് വീഡിയോ ചെയ്ത ഒരു ടോണി എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. ആള് മരണപ്പെട്ട്. ആളെ ഈ ഒരു സമയത്ത് നമ്മൾ സ്മരിക്കുകയാണ്. കാര്യം എൻ്റെ കൂടെ തന്നെ അവൻ്റെ കൂടെ തന്നെ ഞങ്ങൾ ആദ്യമായിട്ട് ക്യാമറയിൽ പിടിച്ചു തുടങ്ങിയത് ടോണിച്ചൻ്റെ കൂടെയാണ്. ആളെ ഈ ഒരു അവസരത്തിൽ സ്മരിക്കുകയാണ്. പിന്നെ ഈ സിനിമയിൽ എല്ലാവിധ ആശംസകളും നേരുന്നത് ടിനുവിന് മാത്രമല്ല അതിൻ്റെ എല്ലാ ക്രൂസിനും എല്ലാവിധ ആശംസകളും. ചെറിയൊരു പേടിയുണ്ട്, അതുകൊണ്ടാണ് മാറി നിന്നത്. ഞങ്ങളുടെ ചെറിയ ക്ഷണം സ്വീകരിച്ചു വന്ന എല്ലാവർക്കും നന്ദി. ആദ്യമേ പറയുന്നു, ചായ കേക്ക് ഉണ്ട്, കഴിച്ചിട്ട് പോകണം, ചിലർ പോകുന്നുണ്ട്. ആദ്യമേ നന്ദി പറയുന്നത് എൻ്റെ ഗുരുനാഥന്, കുട്ടനാടൻ മാർപ്പാപ്പ മാർഗം കളി എന്നീ സിനിമകളുടെ സംവിധായകൻ ശ്രീജിത്ത് വിജയൻ. ഇടിയൻ ചന്തു എന്ന് പറയുന്ന സിനിമ അദ്ദേഹം പുതിയത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തിരക്ക് കാരണം ജസ്റ്റ് ഒന്ന് പോയി. രണ്ടാമത് എനിക്ക് നന്ദി പറയാനുള്ളത് സന്തോഷ് പവിത്രം, സെവൻസ് എന്ന് പറയുന്ന സിനിമയുടെ പ്രൊഡ്യൂസറാണ്. ആത്മകഥ അങ്ങനെ ഒരുപാട് സിനിമകൾ സംവിധാനം ചെയ്ത സന്തോഷ് പവിത്രം. ഞാൻ ആദ്യമായിട്ട് തിരക്കഥ അദ്ദേഹത്തോടാണ് പറഞ്ഞത്. 2 തിരക്കഥയാണ് അദ്ദേഹത്തോട് പറഞ്ഞത്. ആദ്യത്തെയും രണ്ടാമത്തെയും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. രണ്ടാമത്തെ സിനിമ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് എനിക്ക് വാക്ക് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങളുടെ സിനിമയുടെ ടൈറ്റിൽ ഇപ്പോൾ എല്ലാവരും കണ്ടു, ഐ എം ഇൻ. ഇതിൻ്റെ വണ്ണിലെ ഞാൻ ഡയാന ഹമീദ് എൻ്റെ നായികയോടാണ് പറഞ്ഞത്. മൊത്തം അത് തുടക്കം മുതൽ തീരുന്നിടം വരെ ശ്രദ്ധയോടെ കേട്ട് ആ കഥ നന്നായിട്ട് ഉൾക്കൊണ്ട് നമുക്ക് ചെയ്യാം എന്ന ഉറപ്പ് തന്ന എൻ്റെ നായികയ്ക്ക് ആദ്യമേ നന്ദി പറയുന്നു. ഇതിൻ്റെ ക്യാമറ ചെയ്യുന്നത് മെൽബിൻ കുരിശിങ്കലാണ്. ഇപ്പോൾ റിലീസാവാൻ പോകുന്ന ഓശാന എന്ന് പറയുന്ന സിനിമയുടെ ക്യാമറമാൻ മെൽബിൻ കുരിശിങ്കൽ അധികം ആൾക്കൂട്ടത്തിലേക്കൊക്കെ വരാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. അതുകൊണ്ട് മെൽബിൻ. എന്നാൽ നമുക്ക് അല്പം പേടിയുള്ളൊരു വിഷയം സംസാരിക്കുന്ന സിനിമയായിരിക്കും. മരണമാണ് സിനിമയുടെ ഒരു പ്ലോട്ട്. മരണപ്പെട്ട ആത്മാക്കളെ കുറിച്ച് കഥ പറയുന്ന ഒരു ചെറിയ സിനിമയാണ്. ഐ എം ഇൻ എന്ന് പറയുന്ന, ഞാൻ അകത്തുണ്ട് എന്നാൽ നമ്മളെ വിട്ടുപോയ നമ്മുടെ ആളുകളെല്ലാം നമ്മളോടൊപ്പം തന്നെയുണ്ട് എന്ന് പറയുന്ന ചെറിയൊരു ടാഗ്ലൈൻ കൊടുക്കുന്ന ഒരു കുഞ്ഞ് ഹൊറർ സിനിമയാണ്. അപ്പോൾ ഈ സിനിമ പോലെ തന്നെ മറ്റ് എല്ലാ സിനിമകളും സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ സിനിമ ടൈറ്റിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഈ ചെറിയ ക്ഷണം സ്വീകരിച്ചു വന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച് ചേട്ടാ. ആശംസ പറയുവാനായി ക്യാമറമാനെ മെൽബിൻ ചേട്ടനെ വിളിക്കുന്നു. എന്ത് പറയാനാണ്, എല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹവും സപ്പോർട്ടും വേണം. ഓക്കെ, താങ്ക് യു. വളരെ ചെറിയൊരു ആശംസയാണ്, പക്ഷെ കൊള്ളാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ചായ അവിടെ ഉണ്ട്, ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ പുതിയ പുതിയ സൗഹൃദം. അവർക്ക് കൈയടിക്കണം തോന്നുമ്പോൾ അവർ കൈയടിക്കും. മലയാളികളോടാണ് പറഞ്ഞു കൈയടിപ്പിക്കാൻ പറ്റില്ല. അപ്പോ മിസ്റ്റർ ക്രിസ് വേണുഗോപാൽ പറഞ്ഞ പോലെ ഐ എം ഓൾസോ ഇൻ. ഇന്നലെ ടിനുഷ് കഥ പറഞ്ഞു. വളരെ വ്യത്യസ്തമായ ഒരു ഹൊറർ ചിത്രമാണ്, ടൈറ്റിൽ സൂചിപ്പിക്കുന്ന പോലെ. ഞാൻ കഥയുടെ ഒരു ത്രെഡ് കേട്ടു, വളരെ ഇംപ്രസീവാണ്. പ്രതീക്ഷയോടെ ഈ വർക്കിൽ പങ്കെടുക്കാൻ സന്നദ്ധതയോടെ വന്നിരിക്കുകയാണ്. ഡയാനയുടെ അമ്മയായിട്ട് പല സിനിമകളായി, അതിലെനിക്ക് പ്രത്യേക സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് ഡയാന. താങ്ക് യു ജിനേഷ്. താങ്ക് യു ചേച്ചി. ഒരു പുതിയ സിനിമ തുടങ്ങുമ്പോൾ അതിന്റെ കഥ കേട്ട സമയത്ത് അതിന്റെ ടൈറ്റിൽ തന്നെയാണ് എനിക്ക് പറയാനുണ്ടായിരുന്നത്, ഐ എം ഇൻ. ആൻഡ് ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും തിയേറ്ററിൽ റിലീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളും പറയണം, ഐ എം ഇൻ. ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. സഹോദരൻ കൂടിയാണ് ടിനു. ഈ ടിനുവിന്റെ പടത്തിലേക്ക് ഓരോ ദിവസവും ഞങ്ങൾ വിളിക്കാത്ത ദിവസങ്ങളില്ല. നല്ലൊരു ദിവസത്തിന് വേണ്ടിയായി ടിനു കാത്തു നിന്നു. ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററും
ഡയറക്ടറുമായ ടിനുവിനും ഈ പടത്തിൽ അഭിനയിക്കുന്നവർക്കും ടെക്നീഷ്യന്മാർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു.